നമുക്കൊരു റീസണിങ് ക്വസ്റ്റ്യൻ നോക്കാം. ബ്ലഡ് റിലേഷൻഷിപ്പാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് വായിച്ച് നോക്കുക. യു വിയുടെ സഹോദരനാണ്. അപ്പോൾ നമ്മൾ മെയിൽ കൗണ്ടർ പാർട്സിന് മുകളിൽ പോസിറ്റീവ് എന്ന് കൊടുക്കുക, ഫീമെയിൽസിന് മുകളിൽ നെഗറ്റീവ്. ഓർമ്മിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. യുവിൻ്റെ സഹോദരിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സ് ഡബ്ല്യുവിൻ്റെ പുത്രനാണ്. അങ്ങനെയാണെങ്കിൽ എക്സിന് വിയോടുള്ള ബന്ധമാണ് പറയുന്നത്. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യാം. അപ്പോൾ റിലേഷൻഷിപ്പ് എന്താണ്? യു വിയുടെ സഹോദരനാണ്. യു വിയുടെ സഹോദരനാണ്. അപ്പം വിൻ്റെ ജെൻഡർ എന്താണെന്ന് അറിയില്ല, ആണാണോ പെണ്ണാണോ എന്ന് അറിയില്ല. പക്ഷേ യു എന്താണ്? സഹോദരനാണ്. മനസ്സിലായി. ഡബ്ല്യുവിൻ്റെ സഹോദരിയാണ്. അപ്പോൾ ഇവരൊക്കെ ആരാണ്? ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സാണ്. കാരണം യുവിൻ്റെ സഹോദരിയാണ് ഡബ്ല്യു എങ്കിൽ പിന്നെ വിൻ്റെതുമാണല്ലോ, കാരണം ഇവരൊക്കെ ബ്രദേഴ്സ് അല്ലേ. അപ്പോൾ ഡബ്ല്യു ഫീമെയിലാണ്, കാരണം സഹോദരിയാണ്. ഡബ്ല്യു യുവിൻ്റെ സഹോദരിയാണ്. അത് യുവിൻ്റെ സഹോദരി ആയതുകൊണ്ട് തന്നെ, സിസ്റ്റർ ആയതുകൊണ്ട് തന്നെ എന്താണ്? ഓട്ടോമാറ്റിക്കലി വിൻ്റെയും സിസ്റ്ററാണ്. മനസ്സിലായല്ലോ. എക്സ് ഡബ്ല്യുവിൻ്റെ പുത്രനാണ്. ഡബ്ല്യുവിൻ്റെ പുത്രൻ ആരാണ്? എക്സ് ആണ്, പുത്രനാണ്. അതുകൊണ്ട് തന്നെ മെയിലാണിത് അല്ലേ. ഇത് മെയിലാണ്, പുത്രനാണെന്ന് മനസ്സിലായി. താഴേക്ക് വരച്ചിരിക്കുന്നത് രണ്ടാമത്തെ ജനറേഷൻ ആയതുകൊണ്ടാണ്. അപ്പം യു വിൻ്റെ സഹോദരനാണ്, യു മെയിലാണ്. വി ആരാണെന്ന് അറിയില്ല, ഏത് ജെൻഡറാണെന്ന് അറിയില്ല. യുവിൻ്റെ സഹോദരിയാണ് ഡബ്ല്യു എന്ന് പറയുന്നു. ഡബ്ല്യു അപ്പം ഫീമെയിലാണ്. ഇവർ 3 പേരും സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സാണ്. ഡബ്ല്യുവിൻ്റെ പുത്രനാണ് എക്സ് എന്ന് പറയുന്നു. ഇത്ര വരെ ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ വിയോടുള്ള ബന്ധം, എക്സിന് വിയോടുള്ള ബന്ധം എന്താണ്? എക്സിൻ്റെ ബന്ധം എന്താണ് വിയോട്? വിൻ്റെ ജെൻഡർ നമുക്കറിയില്ല എന്ന് പറഞ്ഞു. പക്ഷെ അത് ഇവിടെ പ്രശ്നമല്ല. കാരണം എന്താ? എക്സിന് വിയോടുള്ള ബന്ധമാണെന്ന് പറഞ്ഞു. എക്സ് അല്ലേ. ഇപ്പം എക്സ് ആരാണ്? വി ആയി സംബന്ധിച്ച് നോക്കുമ്പോൾ അമ്മേൻ്റെ അനിയത്തിൻ്റെ, അതായത് അമ്മേൻ്റെ അനിയനല്ലേ, അമ്മയുടെ അനിയനോ അനിയത്തിയുമാണ് വി. അപ്പോൾ എക്സ് നിർബന്ധമായി ആരാണ്? അനന്തരവനല്ലേ. കാരണം ഇപ്പോൾ ആലോചിച്ച് നോക്കൂ, അമ്മേൻ്റെ അനിയനാണ് മുകളിൽ, അനിയനോ അനിയത്തിയോ നമുക്ക് ജെൻഡർ അറിയില്ല. അതുകൊണ്ട് എക്സ് എന്തായിരിക്കും? അനന്തരവനാണ്. മനസ്സിലായല്ലോ. അപ്പം ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ചെയ്താൽ മതി, നമുക്ക് മനസ്സിലാവും. ഡിനോട്ട് ചെയ്യാൻ പോസിറ്റീവോ നെഗറ്റീവോ, ചില ആൾക്കാർ സ്ക്വയറും വട്ടവും ഒക്കെ വരക്കും. ഇതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? മെയിലിന് പോസിറ്റീവ് കൊടുക്കുന്നു, ഫീമെയിലിന് നെഗറ്റീവ് കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ എന്താണ്? ഓപ്ഷൻ ഡി അനന്തരവൻ. എക്സിന് വിയോടുള്ള ബന്ധം അനന്തരവനാണ്. ഓപ്ഷൻ ഡി. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ടേക്ക് കെയർ. ബൈ.